മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ, ഖുർആന്റെ കൽപ്പനയാണിതെന്ന് നീ ഓർക്കണേ. ഇത് അങ്കബൂത്ത് നിസായിലും കാണുന്നതാ, അതുപോലെ തന്നെ ഇസ്രായിലും വിവരിച്ചതാ. തൗറാത്ത് ഇഞ്ചീൽ രണ്ടിലും കൂടാതെ മറ്റും കിതാബിലുമുള്ളതാണൊഴിയാതെ. അതുമാത്രമല്ല പ്രവാചകന്മാർക്കൊക്കെയും പ്രത്യേകമായി ഇതിലുണ്ട് കൽപ്പന. പിന്നെയും അല്ലാഹു ജല്ല ജലാലവൻ വിളിക്കുന്നേ, മൂസാ കലീമുല്ലാഹിയോടുണർത്തുന്നേ. വന്നിക്കലാ മാതാപിതാക്കളെ വേണ്ടത്, ദീർഘായുസാണതു കാരണം ലഭിക്കുന്നത്. അതുമാത്രമല്ല ഒരു കുട്ടിയെയും അവന് ഞാൻ കൊടുക്കുന്നതാണ്, അവനെപ്പോഴും ഗുണം ചെയ്യുവാൻ. നിന്നിച്ചവർക്ക് ഇതിനൊക്കെയും അക്സാണ്, വയസ്സും ചുരുങ്ങും മക്കളും എതിരാണ്. നോക്കാം നിനക്കിത് തുഹ്ഫത്തുൽ ഇബാദത്തിൽ കാണുന്നതാണത് വ്യക്തമായി പേജമ്പതിൽ. അവർക്കെപ്പോഴും ഗുണം ചെയ്തിരുന്നാൽ നേട്ടമാ, ഐശ്വര്യം അതിനാൽ വന്നിടും നബിവാക്യമാ. അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠത അതിനുള്ളതാണെന്നും ഹദീസിൽ വന്നതാ. അവരിരുവരെയും തൃപ്തരാക്കൽ വേണ്ടതാ, റബ്ബിൻ്റെ തൃപ്തിയും എപ്പോഴും അതിലുള്ളതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. ത്വബറാനി റിപ്പോർട്ടുള്ളതായി കാണുന്നതാ. അവർക്കെപ്പോഴും നീ കീഴ്വഴക്കം വേണ്ടതാ, സ്വർഗത്തിലേക്ക് ഇരുബാബുടൻ തുറക്കുന്നതാ. ഒരു ചീത്ത വാക്ക് വരെ പറഞ്ഞാൽ പിന്നെ അള്ളാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ എന്നുള്ളതും നബി താഹ തന്നെ പറഞ്ഞതാ. അത് ഇബ്നു ഹിബ്ബാൻ തൻ സ്വഹീഹിൽ വന്നതാ. വെറുപ്പിച്ച ശിക്ഷയും തൽക്ഷണം കൊടുക്കുന്നതാ, മൗത്തിന് മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ. ഇത് മുസ്തഫ നബി തന്നെ പറയുന്നുണ്ട്, അത് ഹാക്കിമെന്നവരാൽ റിവായത്തുണ്ട്. മാതാപിതാക്കളെ എപ്പോഴോ വിളിച്ചെങ്കിലേ ഉടനുത്തരം ചെയ്യൽ വുജൂബാ നിന്നിലെ. സുന്നത്ത് നിസ്കാരത്തിലായാൽ തന്നെ അവർക്കുത്തരം ചെയ്യാം വിളിച്ചാൽ നിന്നെ. അതുമാത്രമല്ല ജവാബ് നീ നൽകാതെ വന്നാൽ മശക്കത്തെത്തിടും വല്ലാതെ. എന്നാൽ ക്ഷണം അവർക്കുത്തരം തന്നെ ഫളല, സുന്നത്ത് നിസ്കാരത്തിലാണീ മസ്അല.